ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ഡസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സീരീസാണ് കാണാൻ പോകുന്നത്. ഈ സീരീസിനെ കുറിച്ച് പറഞ്ഞാൽ ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസാണ്. ഫോറൻസിക് ജോലി ചെയ്യുന്ന നമ്മുടെ ഹീറോ അവൻ്റെ ഹോബി എന്ന് പറയുന്നത് ആൾക്കാരെ കൊല്ലുവാണ്. തെറ്റ് ചെയ്ത ആൾക്കാരെയൊക്കെ തന്നെ അവനാണെങ്കിൽ തേടി പിടിച്ച് കണ്ടുപിടിച്ച് അവരെ കൊന്ന് അവരുടെ ഡെഡ് ബോഡി വരെ ഒളിപ്പിച്ചു വെക്കുന്നു. എന്നാൽ കഥ എപ്പോഴാണ് മാറുന്നതെന്ന് വെച്ചാൽ ഇവനേക്കാണ് വലിയൊരു സൈക്കോ ആണെങ്കിൽ അവൻ്റെ ടൗണിൽ വരുമ്പോഴാണ് ഇതിന് ശേഷം എന്തൊക്കെ നടന്നു എന്നാണ് ഈ സീരീസ് മുഴുവൻ പറയാൻ പോകുന്നത്. ഒരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസ് ആണ്. അപ്പോൾ വരൂ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയുടെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ ഒരു വലിയ പാർട്ടി നടക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെ ഒരു വലിയ ബിസിനസ്മാനും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കാറിലേക്ക് കയറുന്നു. പെട്ടെന്ന് തന്നെ ഒരു കമ്പിയാണെങ്കിൽ അയാളുടെ കഴുത്തിൽ വന്ന് വീഴുവാണ്. നീ അനങ്ങിയാൽ നിന്റെ കഴുത്ത് ഇവിടെ തന്നെ മുറിഞ്ഞു വീഴും. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വണ്ടി ഓടിക്കാൻ പറയുമ്പോൾ ഇപ്പോൾ ഈ ബിസിനസ്മാനും വേറെ വഴിയില്ലാതെ അദ്ദേഹവും കാർ ഡ്രൈവ് ചെയ്യുവാണ്. ഇവനും പോകേണ്ട സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു. ഒരു ഗോഡൗൺ പോലുള്ള സ്ഥലത്തേക്കാണ് ഇവർ വന്നിരിക്കുന്നത്. അവിടെ 3 ഡെഡ് ബോഡി എന്തോ കുഴിച്ചെടുത്ത പോലെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അവരുമാണെങ്കിൽ ആ സ്ഥലത്തേക്ക് വരുന്നു. ശരി, നീ ഇപ്പൊ നടക്കാൻ പറഞ്ഞ് ഇയാളെ ആണെങ്കിൽ വലിച്ചു താഴേക്കിടുന്നു. ഇപ്പൊ ഈ ബിസിനസ്മാനും പറയുന്നുണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്, പൈസയാണോ, എന്ത് വേണമെങ്കിലും പറ, ഞാൻ തരാമെന്ന് പറയുന്നു. ഡസ്റ്ററും ചോദിക്കുന്നു, ശരി നീ എന്ത് വേണമെങ്കിലും തരുവോ, നീ അങ്ങോട്ടൊന്ന് നോക്കാൻ പറയുന്നു. അവിടെ അഴുകിയ രീതിയിലുള്ള 3 ഡെഡ് ബോഡി ഉണ്ട്. അതായത് ഈ ബിസിനസ്മാൻ കൊന്ന 3 കുട്ടികളുടെ ഡെഡ് ബോഡിയാണുള്ളത്. ഇപ്പം ഞാൻ പറയാം എനിക്ക് എന്താണ് വേണ്ടതെന്ന്. അവരുടെ ജീവനാണ് എനിക്ക് വേണ്ടത്, അത് നീ എനിക്ക് തരാൻ പറയുമ്പോഴേക്കും ഈ ബിസിനസ്മാൻ ആകട്ടെ, ദൈവം എന്നെ രക്ഷിക്ക് പ്ലീസ് എന്ന് പറഞ്ഞ് കരയുവാണ്. എന്തായാലും ആരും നിന്നെ രക്ഷിക്കാനൊന്നും പോകത്തില്ല. ആ കുട്ടികൾ മരിച്ചപ്പോഴും അവരും ദൈവത്തെയാണ് വിളിച്ചത്. അവരെ രക്ഷിക്കാത്ത ദൈവം നിന്നെ രക്ഷിക്കാൻ വരത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഡെക്സ്റ്റർ പറയുമ്പോഴേക്കും ഇവനും കരയുന്നു. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കാൻ പറയുമ്പോഴേക്കും എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഒരു സൂചി എടുത്തിട്ട് അവൻ്റെ കഴുത്തിനിട്ട് കുത്തുവാണ്. ഡെസ്റ്ററും അവനെയാണെങ്കിൽ അവിടെ കിടത്തുവാണ്. ഡസ്റ്റർ ആണെങ്കിൽ എല്ലാവരെയും കൊല്ലുന്ന രീതി വളരെ വ്യത്യാസമാണ്. അവരെ നഗ്നരാക്കിയതിന് ശേഷം ഒരു ടേപ്പ് വെച്ച് അവരുടെ ദേഹം മുഴുവനാണെങ്കിൽ ചുറ്റും. ഇതിന് ശേഷമാണ് അവരെ ഓരോ പീസാക്കി വെട്ടിയെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നു. അയാളുടെ ഡെഡ് ബോഡി എങ്ങനെയാണ് മറിച്ചതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഡസ്റ്ററും ഒരു ബോട്ടിൽ എങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്ന പോലെ കാണിക്കുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. ഡസ്റ്ററും അവൻ്റെ രണ്ടാനച്ഛനും കൂടെ സംസാരിക്കുവാണ്. ഇദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. ഇദ്ദേഹം നമ്മുടെ ഡസ്റ്ററിനോട് ചോദിക്കുന്നു, നമ്മുടെ ഗ്രേവി യാർഡിൽ നിന്ന് അയലത്തെ വീട്ടിലെ ഒരു നായക്കുട്ടിയുടെ ഡെഡ് ബോഡി എനിക്ക് കിട്ടി, അതിനെ നീയല്ലേ കൊന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഡസ്റ്റർ ആദ്യം സമ്മതിക്കുന്നില്ല, പിന്നെയാണെങ്കിൽ സമ്മതിക്കുകയും ചെയ്യുന്നു. അത് വളരെ കുരച്ചുകൊണ്ടിരുന്നു വെച്ചാൽ രാത്രിയൊന്നും എനിക്കൊന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല, അതുകൊണ്ടാണ് അതിനെ കൊന്നതെന്ന് പറയുമ്പോഴേക്കും ശരി ഡസ്റ്റർ, ഇതിനു മുമ്പ് നീ വേറെ ഏതെങ്കിലും മൃഗങ്ങളെ കൊന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല അച്ഛാ, എന്നാലാണെങ്കിൽ പലതവണയും എനിക്ക് ഇതുപോലുള്ള തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് പറയുമ്പോഴേക്കും ഇവൻ്റെ അച്ഛനും ഇവനെ ഇങ്ങനെ ചേർത്താണെങ്കിൽ പിടിക്കുന്നു. ഇവിടെ പ്രസന്റ് ടൈമിൽ കാണിക്കുന്നു. ഡസ്റ്റർ ആകട്ടെ തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ ഒരു AC ഉണ്ട്. ഒരു ബോക്സ് ആണെങ്കിൽ ഇവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അതാണെങ്കിൽ വെളിയിലേക്ക് എടുത്ത് നോക്കുവാണ്. അതിൻ്റെ ഉള്ളിലാകട്ടെ ഓരോ ആൾക്കാരെ ഇവൻ കൊന്നില്ലേ അവരുടെ ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്ത് അതിനകത്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഡസ്റ്ററും തിരിച്ചാണെങ്കിൽ അവൻ്റെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവൻ്റെ ഫോണിലാണെങ്കിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഡസ്റ്റർ, ഇവിടെ അടുത്ത് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്, നിന്റെ ആവശ്യമാണെങ്കിൽ ഞങ്ങൾക്കിപ്പോഴുണ്ട്, നീ ഒന്ന് വരാനാണെങ്കിൽ പറഞ്ഞ് ഇവൻ്റെ അനിയത്തിയാണ് കോൾ ചെയ്തിരിക്കുന്നത്. അനിയത്തിയുടെ പേര് ഡോണ. ഈ ലോകത്തിൽ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ ഉള്ളൂ, അതെൻ്റെ അനിയത്തി ആണെന്ന് പറഞ്ഞ് നമ്മുടെ ഡസ്റ്ററും ആ സ്ഥലത്തേക്കാണെങ്കിൽ പോകുന്നു. ഇവൻ നേരെ പോകുന്നത് ഒരു ഹോട്ടലിലേക്കാണ്. അവിടെ ഇവൻ്റെ അനിയത്തി നിൽക്കുന്നുണ്ട്. അനിയത്തിയുടെ അടുത്ത് ആദ്യം ചോദിച്ചു, നീ എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെന്നാണ്. ഇത് കേട്ട് ഇവളും പറയുന്നു, അതല്ല ഇപ്പം അത്യാവശ്യം വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞ് ആ സൈക്കോ കില്ലർ വീണ്ടും ആണെങ്കിൽ ഒരു പെണ്ണിനെ കൊന്നിരിക്കുവാണ്. നീ എങ്ങനെയെങ്കിലും പോയി എന്തെങ്കിലും ക്ലൂ കണ്ടുപിടിച്ച് ആ സൈക്കോ കില്ലറിനെ കണ്ടുപിടിക്കാനുള്ള ഒരു വഴി നോക്കാൻ പറയുന്നു. ഇവനും പറയുന്നു അതെന്റെ ജോലിയാണ്, നീ അത് നിന്റെ ജോലി നോക്കാൻ പറയുന്നു. ഹീറോയുടെ അച്ഛൻ്റെ കൂടെയാണ് ക്യാപ്റ്റൻ ആണെങ്കിൽ, അതായത് ഇവിടെ ഹെഡ് ആണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അവരുടെ കീഴിൽ ഡസ്റ്ററും ഡോണയും വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ഡസ്റ്ററും ആണെങ്കിൽ അവിടെ ചെന്നിട്ട് ഒരു ഫോറൻസിക്കിന്റെ അടുത്ത് സംസാരിക്കുന്നു. ആരാണ് നിങ്ങളെന്ന് നമ്മൾ ഡെക്സ്റ്ററിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ബ്ലഡ് സ്പോട്ടർ ആണ്, എങ്ങനെയാണ് കില്ലർ ആണെങ്കിൽ കൊന്നതെന്ന് ബ്ലഡ് വെച്ച് കണ്ടുപിടിക്കുന്ന ആളെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇയാളൊന്ന് നോക്കിയതിനു ശേഷം അതിന് സാറിന്റെ ഒരു ആവശ്യമില്ല ഇവിടെ, കാരണം ഈ ശരീരത്തിൽ ഒരു ബ്ലഡ് പോലും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞ് കാണിക്കുന്നു. നമ്മുടെ ഹീറോയും ആ ബോഡി നോക്കുവാണ്.
ഈ പെൺകുട്ടിയുടെ ശരീരത്തിലുള്ള എല്ലാ ബ്ലഡും അവൻ എടുത്തിരിക്കുന്നു. ഇനി ആകെ ഈ മാംസം മാത്രമേ ബാക്കിയുള്ളൂ. അതും അവൻ കട്ട് ചെയ്ത രീതി നോക്കിക്കേ, ഓരോ പീസായിട്ട് ക്ലിയർ ആയിട്ട് കട്ട് ചെയ്ത് വന്ന് അവസാനം ഒരു മാർക്ക് മാത്രം ഇട്ടിട്ട് അവൻ നിർത്തിയിരിക്കുകയാണ്. ഈ കേസിൽ എനിക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് ഡസ്റ്റർ അവിടെ നടന്നു പോകുവാണ്. എന്നാലും ഈ കില്ലർ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞ് ഡസ്റ്റർ ചിന്തിക്കുന്നു. നമുക്കെന്താണ് ഇതുപോലുള്ള ഐഡിയകളൊന്നും വരാത്തതെന്ന് പറഞ്ഞ് ഇവനിങ്ങനെ ആലോചിച്ചു പോകുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്ത് ഡെക്സ്റ്ററിൻ്റെ ഓഫീസ് കാണിക്കുന്നു. അവിടെ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫയലൊക്കെ അവൻ കളക്ട് ചെയ്ത് അവൻ്റെ ക്യാബിനിൽ വന്നിരുന്ന് ജോലി ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാതിരിക്കുമ്പോൾ അവിടെ ഒരു ഓഫീസർ വന്ന് ഇവനെ നല്ലപോലെ ചീത്തയാണെങ്കിൽ പറയുവാണ്, നിൻ്റെ അടുത്ത് ആ കേസിൻ്റെ റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ട് എത്ര നാളായി ഡെസ്റ്റർ, എന്നിട്ടും നീ അത് ചെയ്യുന്നേയില്ല. ഇനി ഞാൻ പറയുന്ന പോലെ നീ എഴുതി വെച്ചാൽ മതി. 2 ഡ്രഗ് ഡീലേഴ്സ് ചേർന്ന് ആ പെൺകുട്ടിനെ കൊന്നു, അതുപോലെ എഴുതി വെക്കണം എന്ന് പറഞ്ഞ് ഇയാളും പോകുന്നു. ഈ ഓഫീസിൽ എന്നെ ഇഷ്ടമല്ലാത്തത് ഈ മൈക്കിന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. എപ്പം കണ്ടാലും ഇവനിങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ആ ക്രൈം സീനാണ് നമ്മളെ കാണിക്കുന്നത്. ആ സ്ഥലത്ത് വന്ന് ഇവൻ ഫോട്ടോയൊക്കെ എടുത്തു വെക്കുവാണ്. ഇപ്പൊ എടുത്തു വെക്കുമ്പോൾ ഒരു ഓഫീസറിന്റെ അടുത്ത് ഇവൻ പറയുന്നു, ഇതെന്തായാലും ഡ്രഗ് ഡീലിംഗ് കേസൊന്നും അല്ല, റിവെഞ്ച് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ പാറ്റേൺ ഒക്കെ കണ്ടില്ലേ, എന്തായാലും ഇതൊരു റിവെഞ്ച് കേസാണെന്ന് പറയുന്നു. ഇപ്പൊ ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോ ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കാണുന്നു. അവനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുവാണ്. എൻ്റെ പേര് ജെഫ്രി, ഇവനും ആണെങ്കിൽ എൻ്റെ ലിസ്റ്റിലുള്ള ഒരാളാണ്. ഇവൻ കാരണം 2 കുഞ്ഞുങ്ങൾ അനാഥരായി എന്ന് പറയുന്നു. ജെഫ്രി ഡേറ്റ് ചെയ്ത ഒരു പെൺകുട്ടീനെ വളരെ ക്രൂരമായി അവൻ കൊന്നിരിക്കുവാണ്. ഇപ്പൊ അവന്റെ സ്ഥലത്ത് പോയി അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവൻ പോകുന്നത്. ഡെക്സ്റ്ററും ആദ്യം തന്നെ അവന്റെ വീടാണെങ്കിൽ കുത്തി തുറന്ന് അകത്ത് കയറുന്നു. അകത്ത് തന്നെ അലങ്കോലമായിട്ട് കിടക്കുന്ന കുറെ സാധനങ്ങളാണ് കാണുന്നത്. അവിടെ ഒരു ക്യാമറ കാണുന്നു, അതുപോലെ തന്നെ പോൺ മാഗസീനും ആണെങ്കിൽ അവിടെ കുറെ ഉണ്ട്. ഡെക്സ്റ്ററും ഒരു കാര്യമാണെങ്കിൽ മനസ്സിലാകുവാണ്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഡെക്സ്റ്റർ ഒരു വീട്ടിലേക്ക് പോകുന്നു. അത് വേറെ ആരുടെ വീടല്ല, ഡെക്സ്റ്ററിന്റെ കാമുകിയുടെ വീടാണ്, നമ്മുടെ ഹീറോയിന്റെ വീട്. ഹീറോയിനും ഡിവോഴ്സ് ചെയ്ത് 2 കുട്ടികളുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ അടുത്ത് പോയി വളരെ കൊഞ്ചിയാണെങ്കിൽ നമ്മുടെ ഡെക്സ്റ്റർ കളിക്കുന്നു. ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡെക്സ്റ്റർ ആണെങ്കിൽ എത്ര വലിയ ക്രൂരനാണെങ്കിലും അവന് ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടെന്നാണ്. നിങ്ങളുടെ അമ്മയും കൂടെ ചേർന്ന് ഒരു പാർട്ടിക്ക് പോകുവാണ്, നിങ്ങൾ അതുവരെ വളരെ നല്ല കുട്ടികളായിട്ട് ഇവിടെ ഇരിക്കണമെന്ന് പറയുന്നു. ശരി, നമുക്കിപ്പം പോകാം ഹണി എന്ന് പറഞ്ഞ് ഫ്രൈഡേ പാർട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണെങ്കിൽ പോകുന്നു. അവിടെയുള്ളവരെല്ലാവരും തന്നെ വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെസ്റ്റർ നല്ലപോലെ എൻജോയ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ഒരു സംഭവം നമ്മുടെ ഡെസ്റ്റർ കാണുന്നു. ആ പാർട്ടി നടക്കുന്ന സ്ഥലത്താകട്ടെ കുറച്ച് പോലീസുകാരൊക്കെ വട്ടം കൂടി നിൽക്കുവാണ്. എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഞാനാണെങ്കിൽ വരുന്നവരെ നീ പാർട്ടി ആണെങ്കിൽ എൻജോയ് ചെയ്തോളാൻ പറഞ്ഞ് അവളുടെ ഗേൾ ഫ്രണ്ടിനാണ് ഒറ്റയൊക്കെ ആക്കിയിട്ട് അവിടെ നിന്നാണെങ്കിൽ പോകുവാണ്. ഇപ്പൊ അവന്റെ കാറിന്റെ അടുത്ത് കഴുത്തിലിട്ടിട്ട് ആ സ്ഥലത്തേക്ക് പോയി നോക്കുന്നു. അതേ സെയിം സീരിയൽ കില്ലർ തന്നെ വീണ്ടും അവനാണെങ്കിൽ കൊലപാതകം ചെയ്തിരിക്കുന്നു. അതേ പാറ്റേൺ ഈ തവണയാണെങ്കിൽ കൊന്നതിൽ അവൻ ഓരോ പീസായിട്ട് കട്ട് ചെയ്തപ്പോൾ നേരത്തെ അവൻ കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ഭാഗത്ത് നിന്ന് ഒരു വലിയ മാംസമാണെങ്കിൽ അവൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നു. ബോഡിയിലൊക്കെ തന്നെ തലയുണ്ടായിരുന്നു, ഇതിന്റെ അകത്ത് മാത്രം തലയേ ഇല്ല. ഇത്രയും പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത് അവൻ ഇട്ടിട്ട് പോണെങ്കിൽ അവൻ വലിയ ആള് തന്നെയാണെന്ന് പറയുന്നു. ഡെക്സ്റ്റർ, നീ എന്താണ് ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? കുറെ നേരം ആയല്ലോ എന്ന് ചോദിക്കുന്നു. ഒന്നുമേ ഇല്ല, ഇത്രയും നല്ലപോലെ ഒരാൾക്ക് എങ്ങനെ കൊലപാതകം ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത രീതി ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഇവിടെ തൊട കയറിയവൻ പിടിക്കുന്നു. എന്താണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് അവളാണെങ്കിൽ എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്, ഞാൻ പോകുവാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ്. ഈ സമയത്ത് നമ്മുടെ ഡെക്സ്റ്റർ ആകട്ടെ ആ ജെഫ്രിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ആ ന്യൂസ് പേപ്പറൊക്കെ ആർട്ടിക്കിളിനെ കുറിച്ച് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. നോക്കുന്ന സമയത്ത് ഇവനൊരു കാര്യം മനസ്സിലാകുവാണ്, അവനൊരു പോൺ സ്റ്റാർ ആണ്. അവൻ പല പെൺകുട്ടികളെയും ഇങ്ങനെ പറ്റിച്ച് കുറെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഡെക്സ്റ്റർ ആണെങ്കിൽ കാണുവാണ്. ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഡെക്സ്റ്ററിന്റെ അടുത്ത് അവന്റെ അച്ഛൻ വന്ന് ഒരു കാര്യം പറയുന്നു, എനിക്കറിയാം നിനക്ക് എന്തിനെങ്കിലും കൊന്നേ പറ്റത്തുള്ളൂ, അത് നിന്റെ അസുഖമാണ്, എന്നാൽ ഈ തെളിവുകളൊക്കെ നീ നശിപ്പിക്കേണ്ടതാണ്, അത് നിന്റെ ഒരു കടമയാണെന്ന് പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇവന്റെ അച്ഛൻ ഒരു കാര്യം പറയുവാണ്, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത് മനുഷ്യരാടാ മോനെ. എന്നാൽ ഈ കോടതിയൊക്കെ തന്നെ അവർക്കുള്ള ശിക്ഷയാണെങ്കിൽ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും പകുതി മാത്രമേ ഉള്ളൂ. അവർ ചെയ്ത തെറ്റിന് നമ്മളാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ശിക്ഷയാണെങ്കിൽ കൊടുക്കാൻ പോകുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ ഇനി ആർക്കും തടയാൻ സാധിക്കത്തില്ല. ഡെക്സ്റ്ററും അവൻ്റെ അനിയത്തിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അനിയത്തിയാണെങ്കിൽ ഈ ജോലി ഇഷ്ടപ്പെടുന്നേ ഇല്ല. അവൻ്റെ അനിയത്തി പറയുന്നു, എനിക്കാണെങ്കിൽ ഈ സീരിയൽ കില്ലറിനെ കുറിച്ച് അന്വേഷിക്കാൻ ഭയങ്കര താല്പര്യമാണ്. നമ്മുടെ അച്ഛനെ പോലെ തന്നെ ക്രൈം ആണെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ജോലി നമുക്ക് കിട്ടുവാണെങ്കിൽ വളരെ
നല്ലതാണെന്ന് പറഞ്ഞ് ഇത്ര ആളുകളുള്ള സ്ഥലത്ത് ഒരു പബ്ലിക് സ്ഥലത്ത് ഒരു ഡെഡ് ബോഡി കൊണ്ടുപോയിടുകയാണെങ്കിൽ അവനാണെങ്കിൽ ചെറിയ വണ്ടിയൊന്നും ഉപയോഗിക്കത്തില്ല. ചിലപ്പോൾ ഒരു വലിയ ട്രക്കിലാണെങ്കിൽ അവന് പെട്ടെന്ന് ഈ കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഡെക്സ്റ്റർ ഇപ്പോഴാണ് ഐഡിയ ഉദിക്കുന്നത്. ശരിയാണല്ലോ, ഇത് പബ്ലിക് പ്ലേസിൽ ഇത്രയും വലിയ ട്രക്ക് വന്നാൽ ആൾക്കാർ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കത്തില്ല. അതും ചിലപ്പോൾ ഒരു ഐസ്ക്രീം വണ്ടിയാണെങ്കിലോ. ഇവനും ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ഇപ്പൊ ഇവിടെ ഓഫീസാണ് ഈ കാണിക്കുന്നു. നമ്മുടെ ഡെക്സ്റ്റർ ആദ്യം ഒരാളെ കൊന്നില്ലേ, അയാളുടെ ഭാര്യ ആണെങ്കിൽ അവിടെ വന്നിരിക്കുകയാണ്, ആ ബിസിനസ്സുകാരൻ്റെ ഭാര്യ. ഇപ്പൊ അയാളുടെ ഭാര്യയും വളരെ വിഷമിച്ച് സംസാരിക്കാണ്ടിരിക്കുമ്പോൾ മൈക്ക് വരുന്നു. നീ എന്താടാ ആ പെണ്ണാണെങ്കിൽ കരയുന്ന കണ്ടിട്ട് വിഷമിക്കുവാണോ എന്ന് ചോദിക്കുന്നു. ഇല്ല സാർ, ഞാൻ ചുമ്മാ നോക്കിക്കൊണ്ടിരുന്നതാണെന്ന് പറയുമ്പോഴേക്കും എനിക്കറിയാം നീ മനുഷ്യനെ അല്ലല്ലോ. ശരി, നീ ആണെങ്കിൽ ഈ ഭാഗത്തേക്ക് എല്ലാം പറഞ്ഞ് ഒരു മീറ്റിംഗ് പോലെ നടക്കുന്ന സ്ഥലത്തേക്ക് ഇവരെല്ലാവരും വന്നിരിക്കുവാണ്. ആ സീരിയൽ കില്ലറിനെ കുറിച്ച് സംസാരിക്കാനാണ് ക്യാപ്റ്റൻ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ക്ലൂ ഉണ്ടെങ്കിൽ അത് നമ്മളോട് പറയുമ്പോൾ ഡോണി ആണെങ്കിൽ ഈ കാര്യമാണെങ്കിൽ പറയുവാണ്. ഇങ്ങനെ ആ ഡെഡ് ബോഡി ആണെങ്കിൽ കളയാൻ വേണ്ടി ഉപയോഗിച്ച വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഐസ് വണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ സൈഡ് ഓപ്പൺ ചെയ്യുന്ന ട്രക്കും ആയിരിക്കുക എന്ന് പറയുന്നു. എന്നാൽ ക്യാപ്റ്റൻ ആകട്ടെ ഇത് കേട്ടിട്ട് വലിയ റിയാക്ഷൻ ഒന്നും കാണിക്കുന്നില്ല. ഇത്രയും വലിയ കൊലപാതകം നടന്നിരിക്കുവാണ്, ഇവിടെയുള്ള പോലീസുകാരൊന്നും തന്നെ വിജിലന്റ് അല്ലെന്ന് പറഞ്ഞ് എല്ലാവരും വഴക്ക് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. ഇപ്പൊ ഡോണി ആകട്ടെ ഡെക്സ്റ്ററിന്റെ അടുത്ത് പറയുവാണ്, നമ്മുടെ ക്യാപ്റ്റന് എന്നെ ഇഷ്ടമല്ലെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നു. അങ്ങനെയൊന്നുമില്ല. അതേ സമയത്ത് ക്യാപ്റ്റൻ അവിടെ വരുവാണ്. ഡെക്സ്റ്റർ, നീ എൻ്റെ റൂമിലേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചോണ്ട് പോകുന്നു. ഇത് കേട്ടതും ഡോണി ആണെങ്കിൽ ഇവനെ നോക്കി ചിരിക്കുവാണ്. അവരെ പോലും നീ വെറുതെ വിട്ടിട്ടില്ലെന്ന് ചോദിച്ച് കളിയാക്കി ചിരിക്കുമ്പോഴേക്കും ഡെക്സ്റ്റർ പറയുന്നു, അങ്ങനെയൊന്നുമില്ല, എന്നെ വഴക്ക് പറയാൻ വിളിച്ചതായിരിക്കും എന്ന് പറഞ്ഞ് നേരെ അവിടെ ചെല്ലുന്നു. ഇവിടെ ആ മൈക്കിന്റെ കേസിനെ കുറിച്ച് ഡെക്സ്റ്റർ ആണെങ്കിൽ അവരുടെ രണ്ടുപേരുടെ അടുത്ത് സംസാരിക്കുവാണ്. ഇതെന്തായാലും ഡ്രഗ് ഡീലേഴ്സ് തമ്മിലുള്ള കേസൊന്നുമല്ല, വെഞ്ചൻസ് ഉള്ള ആരോ മനഃപൂർവ്വം ഇവരെ പലതവണ കുത്തി കൊന്നതാണെന്ന് പറയുന്നു. ക്യാപ്റ്റൻ അത് മനസ്സിലാകുന്നു. എന്നാൽ മയക്കാകട്ടെ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഡെക്സ്റ്ററിനെ തുറച്ചു നോക്കിയിട്ട് അവിടുന്ന് പോകുവാണ്. ഇതേ സമയത്ത് ആ ജെഫ്രി എന്ന് പറഞ്ഞ് അവനെ കാണിക്കുന്നു. കൺസ്ട്രക്ഷൻ നടന്ന ബിൽഡിങ്ങിൻ്റെ പഴയ കമ്പികളൊക്കെ ഊരിയെടുത്തുകൊണ്ട് ഇവൻ പോകുവാണ്. ഈ സമയത്ത് അവനൊരു ഫോട്ടോ കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുന്നു. ഇവൻ കൊന്ന ആ പെൺകുട്ടിയുടെ ഫോട്ടോയാണ് കാണുന്നത്. ഈ സമയത്ത് നമ്മുടെ ഡെക്സ്റ്റർ ആകട്ടെ പുറകിൽ നിന്ന് വന്ന് ഒരു സൂചി കുത്തി അവനെ മയക്കി കിടത്തുവാണ്. നീ അവളെ കൊന്നു എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാനാണ് അവിടെ കൊന്നത്, എന്നാൽ അതിന് എനിക്കൊരു കുറ്റബോധം തോന്നുന്നില്ല. നിനക്ക് എൻ്റെ അടുത്ത് നിന്ന് ക്ഷമയാണ് വേണ്ടെങ്കിൽ അത് എനിക്ക് തരാൻ പറ്റത്തില്ല. നിന്റെ ക്ഷമ എനിക്കും വേണ്ട, മരിച്ച് അവൾക്കും വേണ്ടെന്ന് പറഞ്ഞ് ഡെക്സ്റ്റർ അവനെ കൊല്ലുവാണ്. ഓരോ പീസായിട്ട് മുറിച്ചെടുക്കുന്നു. ഒരു കോള് ഡെക്സ്റ്ററിന്റെ ഫോണിലേക്ക് വരുവാണ്. വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിനാണ്. ഡെക്സ്റ്റർ, എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്, നീ വേഗം എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് ചോദിക്കുന്നു. വളരെ റൊമാൻറ്റിക് ആയിട്ടാണ് ഇവൾ സംസാരിക്കുന്നത്. ശരി, ഞാൻ വരാമെന്ന് പറഞ്ഞ് ഡെക്സ്റ്റർ അവനെ കൊന്ന ബ്ലഡും എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവൻ നോക്കുന്ന സമയത്ത് ഇവന്റെ എതിർവശത്തിലൂടെ ഒരു ഐസ്ക്രീം ട്രക്ക് ആണെങ്കിൽ കടന്നു പോകുവാണ്. നമ്മുടെ ഡെക്സ്റ്ററും ആ ഐസ്ക്രീം ട്രക്കിന്റെ പുറകിലാണെങ്കിൽ പോകുകയും ചെയ്യുന്നു. കുറെ ദൂരമാണെങ്കിൽ ഇവൻ പോയതിനു ശേഷം ആ ട്രക്ക് ഡ്രൈവറും വണ്ടി തിരിച്ചാണെങ്കിൽ ലൈറ്റ് ഇവന്റെ കണ്ണിലേക്ക് അടിക്കുന്നു. പെട്ടെന്ന് തന്നെ ആ ട്രക്കും അവിടെ നിന്നാണെങ്കിൽ പോകുവാണ്. ഈ പോകുന്ന സമയത്താകട്ടെ ഒരു പൊതി അവിടെ ഇട്ടിട്ടാണെങ്കിൽ പോകുന്നു. ഇവനും ആണെങ്കിൽ അവിടെ ഓടിച്ചെന്ന് അതിൻ്റെ അകത്ത് എന്താണെന്ന് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ മരിച്ചു പോയ പെണ്ണിന്റെ തലയാണ്. ക്യാപ്റ്റൻ ആ സ്പോട്ടിലേക്ക് വന്ന് ഡെക്സ്റ്ററിന്റെ അടുത്ത് സംസാരിക്കുന്നു. ഡോണ പറഞ്ഞതാണെന്ന് കറക്റ്റ്, എനിക്കാണ് തെറ്റിപ്പറ്റിയെന്ന് പറഞ്ഞ് അവൾ വളരെ ഇന്റലിജന്റ് ആണ്, അവളെ ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അതാണ് അവളുടെ പ്രശ്നമെന്ന് നമ്മുടെ ഡെക്സ്റ്റർ പറയുന്നു. ഇതേ സമയത്ത് ഇവർ വേറൊരു കാര്യം കൂടെ പറയുകയാണ്. മൈക്കിന്റെ ഡ്രഗ് ഡീലിംഗ് കേസിലെ അതിൻ്റെ അകത്ത് അവൻ പറഞ്ഞു തെറ്റിപ്പോയി, നീ പറഞ്ഞതായിരുന്നു ശരി, ആ പെൺകുട്ടീനെ കൊന്നത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നു എന്ന് പറയുന്നു. ശരി മാഡം, എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ലീവ് വേണം, ഞാൻ നാളെ ഓഫീസിൽ വരത്തില്ലെന്ന് പറഞ്ഞ് ഇവന് നേരെയാണെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ വീട്ടിലേക്ക് പോകുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് ഇവൻ ചെല്ലുന്നത് തന്നെ. ഇന്നലെ രാത്രി വരാൻ പറഞ്ഞാൽ ഇന്ന് രാത്രി ആണോടാ വരുന്നതെന്ന് പറഞ്ഞ് ഇവളും ചോദിക്കുമ്പോഴേക്കും ഉള്ള കാര്യമൊക്കെ ഇവളുടെ അടുത്താണെങ്കിൽ ഇവൻ പറയുന്നു, ഇങ്ങനെ തലയാണെങ്കിൽ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ശരി അകത്തേക്ക് വരാൻ പറഞ്ഞ് രണ്ടുപേരും റൊമാൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും പെട്ടെന്നാണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഒരു കോള് വരുവാണ്. വേറെ ആരുമല്ല ഇവരുടെ കുട്ടികളാണ് വിളിക്കുന്നത്. അമ്മ എവിടെയാണ്? ആന്റിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞ് ഇവളെ വിളിച്ച് ശല്യം ചെയ്യുന്നു. കുട്ടികളെ ആണെങ്കിൽ ഇവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലാക്കിയിട്ടായിരുന്നു പോകുന്നത്. ശരി, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവളും അവിടുന്ന് പോകുന്നു. ഡെക്സ്റ്റർ
ഡെക്സ്റ്റർ ആകട്ടെ നേരെ ചെന്ന് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് ഫ്രിഡ്ജിലേക്ക് നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ ഒരു തലയാണെങ്കിൽ കിടക്കുന്ന കാണുന്നു, ഒരു പാവയുടെ തല. ഇതാരാണ് ഇവിടെ വെച്ചതെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ അത് തുറന്നു നോക്കുമ്പോഴേക്കും അതിൻ്റെ അകത്താകട്ടെ ആ സീരിയൽ കില്ലർ എങ്ങനെയാണ് ബോഡി ആണെങ്കിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും ഈ കളി ഇപ്പോഴാണ് തുടങ്ങിയെന്ന് പറഞ്ഞ് ഈ എപ്പിസോഡ് ആണെങ്കിൽ അവസാനിപ്പിക്കുകയാണ്.